നമുക്ക് ചോക്ലേറ്റ് സ്വിസ് റോൾ ഉണ്ടാക്കാൻ തേനി നോക്കാം. ഈ കേക്കിലേക്ക് എടുക്കണ എല്ലാവരും കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ഈ കേക്കിന്റെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇലക്ട്രിക് മിക്സർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. കൈ കൊണ്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മിക്സിങ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരില്ല. മിക്സിങ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേക്കും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരില്ല. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കും. അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കേക്ക് പൊടിഞ്ഞു പോകും. അപ്പോൾ കേക്കിന്റെ മിക്സിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ചേർക്കുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിപ്പോൾ ഒരു 1/4 ഭാഗം ഉള്ളൂന്നുണ്ടെങ്കിൽ ഇതിന്റെ വോളിയം ഒരു 3/4 ഭാഗമായിട്ട് നന്നായിട്ട് പൊന്തി വരണം. അപ്പോൾ എല്ലാവരും കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് സ്വിസ് റോൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പൊടിച്ചെടുത്തേക്കണ പഞ്ചസാര വേണം. വെജിറ്റബിൾ ഓയിൽ വേണം. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആയിരുന്നാലും മതി. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും പൊടിച്ചെടുത്തേക്കണ പഞ്ചസാരയും ഓയിലും പിന്നെ വാനില എസൻസും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കും. പിന്നെ കൊക്കോ പൗഡറും വേണം, മൈദപ്പൊടിയും വേണം. കൊക്കോ പൗഡർ ഞാനിവിടെ മധുരം ഇല്ലാത്തതാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 1/3 കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഈ കൊക്കോ പൗഡറിൻ്റെ ആ അളവിൽ തന്നെ വേണം മൈദപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും മതി. അത് ഞാനിവിടെ 1/3 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ വേണം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്ങാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ബാറായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ചിപ്സ് ആയിട്ട് എടുക്കുക. പിന്നെ ഹെവി വിപ്പിംഗ് ക്രീം വേണം. അത് 1 കപ്പ് വേണം. പിന്നെ 3 ടേബിൾ സ്പൂൺ പാലും വേണം. ഈ പാൽ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാലിൽ ഈ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് സ്റ്റീമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സെപ്പറേറ്റ് 3 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തേക്കുന്നത്. ഒരു 250 ഗ്രാം സ്ട്രോബെറിയും വേണം. ഈ സ്ട്രോബെറി നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ഇതിലേക്കുള്ള ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കിയിട്ട് വെക്കാം. കാരണം ആ ഫില്ലിങ് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഫസ്റ്റ് അത് റെഡിയാക്കിയിട്ട് വെക്കാം. അതുകഴിഞ്ഞിട്ട് കേക്കൊക്കെ റെഡിയായിട്ട് വരുമ്പോഴേക്കും ഈ ഫില്ലിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് സ്റ്റീമിൽ വേണം ഈ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വേറൊരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ പാലും ചേർക്കാം. അപ്പോൾ ചോക്ലേറ്റ് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കുക. ഇനി 1 കപ്പ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ക്രീം നിങ്ങൾ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്ത ക്രീമായിരിക്കണം. അത് പിന്നെ നമ്മൾ ക്രീം എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയല്ലേ വയ്ക്കുള്ളൂ. അപ്പോൾ എടുക്കുമ്പോൾ എന്തായാലും തണുത്തിരിക്കും. പക്ഷെ നേരത്തെ കൂട്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണ്ട. ഇനി ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വിസ്ക് വെച്ചിട്ട് കൈ കൊണ്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ക്രീം പോലെ വരില്ല. അപ്പോൾ ഏറ്റവും ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്പീഡിൽ നിന്ന് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടി കൊണ്ടുപോകണം. ഇപ്പോൾ ക്രീം ഇതേപോലെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ വരണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഹെവി വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അങ്ങനത്തെ ക്രീം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിലരൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ഇതേപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരണില്ല എന്ന്. ഇതിപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് മാത്രമേ ബീറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കണ ആ ക്രീമിൻ്റെ കുഴപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കണ ചോക്ലേറ്റ് ചേർക്കാം. ചോക്ലേറ്റ് ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചൂടോട് കൂടിയിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് ആകെയായിട്ട് പിരിഞ്ഞു പോകും. ഇനി ഇതേപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഇത് ഇനിയിപ്പോൾ കേക്ക് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഒരു 1/2 മണിക്കൂർ എടുക്കും.
അപ്പോൾ ഒരു അരമണിക്കൂർ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. നിങ്ങൾ കൂടുതൽ നേരം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം, കാരണം ഇതാണ്ട് കട്ടയായി പോകരുത്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വെക്കുക. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം വെക്കേണ്ടെങ്കിൽ എന്തായിരുന്നാലും ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയി കഴിയുമ്പോഴേക്കും ഇതൊന്ന് തണുത്തൊന്ന് സെറ്റായിട്ടുണ്ടാവും. ഇത് നമുക്ക് കേക്കിൻ്റെ മിക്സ് റെഡി ആക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 4 മുട്ട ചേർക്കുക, 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. അപ്പോൾ നിങ്ങൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക. ഇത് രണ്ടും കൂടിയിട്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇത് നല്ല ക്രീമായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. അതും വാനില എസൻസും ചേർക്കുക. ഇതേപോലെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീമായിട്ട് വരണം. എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഇങ്ങനെ വീഴണം. ഇത് നീക്കി വയ്ക്കുക. വേറൊരു ബൗൾ എടുക്കുക. ഇതേപോലത്തെ ഒരു അരിപ്പ എടുക്കുക. ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കുക. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും മതി. കൊക്കോ പൗഡർ ചേർക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. 2 നുള്ളു ഉപ്പും ചേർക്കുക. ഇത് 4 കൂടിയിട്ട് ഇതേപോലെ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. ഇത് നീക്കി വയ്ക്കുക. നമ്മളുടെ മുട്ട പഞ്ചസാരയും കൂടിയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുക. ഈ വെജിറ്റബിൾ ഓയിലും ഈ വാനില എസൻസും ഇതിനകത്ത് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യില്ല, ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അത് കേക്കിൻ്റെ മിക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യണം. ഈ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇളക്കരുത്. ഇതിലേക്ക് നമ്മൾ അരിപ്പയിൽ അരിച്ച് വെച്ചേക്കണ ഈ മൈദപ്പൊടിയും കൊക്കോ പൗഡറൊക്കെ ഉണ്ടല്ലോ, ഇത് കുറേശ്ശെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബീറ്റർ വെച്ചിട്ട് ഇനി ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇത് അങ്ങോട്ട് താഴത്തേക്കാണ്ട് ഇരുന്ന് പോകും. അപ്പോൾ കേക്കിന് ഒട്ടും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇതിൻ്റെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം, എന്നാൽ മാത്രമേ കേക്ക് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അടിയിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കട്ട പിടിച്ച പോലെ ഇരിക്കും. പ്രത്യേകിച്ച് കൊക്കോ പൗഡറൊക്കെ നമ്മൾ ഇട്ട വഴിക്കാൻ അടിയിൽ പോയിരിക്കും. അപ്പോൾ ഇതിലേക്ക് എല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ കുറച്ച് സമയം കൂടുതലെടുത്തിട്ടാണ് ഇതേപോലെ ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്തിട്ടെടുത്തത്. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചെറുതൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ നല്ല കനം കുറഞ്ഞിട്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിക്സ് ഇതേപോലെ തന്നെ ഇരിക്കണം. ഇതിപ്പോൾ മിക്സ് കുറച്ച് ഇങ്ങനെ വെള്ളം പോലെയാണ് ഇരിക്കുകയും ചെയ്യണത്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കണം അത്രയും കനത്തിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കരുത്. 1 ഇഞ്ച് കനത്തിൽ വേണം ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കനം കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു ട്രേയിൽ വേണം ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നീക്കി വയ്ക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബേക്കിംഗ് ട്രേയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാനത് നോക്കിയിട്ട് ഞാനത് പറയാം നിങ്ങളുടെ അടുത്ത് കറക്റ്റ് അളവ് എത്രയാണ്. ഇത് 15 പിന്നെ 10 ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ എഴുതി കാണിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലത്തെ ഒരു ബട്ടർ പേപ്പർ വയ്ക്കുക. ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടിയിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ നോക്കുമ്പോൾ ഈ കൊക്കോ പൗഡറൊക്കെ ചിലപ്പോൾ അടിയിൽ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും.
ഒരു സ്ഥലത്ത് കനം കൂടി ഒരു സ്ഥലത്ത് കനം കുറഞ്ഞാവരുത്. എല്ലാ സൈഡും ഒരേപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇതിപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 360 ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. സെൻറ്റിഗ്രേഡിലാണെങ്കിൽ ഒരു 180 സെൻറ്റിഗ്രേഡിൽ വയ്ക്കാം. പിന്നെ ഓവനിൽ വെക്കാൻ പോണതിന് മുമ്പ് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ ഈ കറക്റ്റ് 360 ഫാരനൈറ്റ് വന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ കറക്റ്റ് സമയം ഒരു 10 മിനിറ്റ്. കൂടുതൽ സമയം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കുറച്ച് ഹാർഡായിട്ട് വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് സമയത്തിൽ വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീനായിട്ട് വരണമെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതോടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാനിവിടെ കറക്റ്റ് 10 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കേക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്കാണ്. കേക്ക് വേറൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഒന്ന് കമിഴ്ത്താം. അപ്പോൾ അത് കമിഴ്ത്തുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കുക. അത് ചിലപ്പോൾ നമ്മളിങ്ങനെ കമിഴ്ത്തുമ്പോൾ അത് ചൂടോട് കൂടിയിട്ടാണല്ലോ കമത്താൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഞാനിവിടെ ഇതേപോലെ വേറെ വലിയൊരു ട്രേയുടെ മുകളിൽ ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് ഈ കേക്കിനെ കമിഴ്ത്താൻ വേണ്ടിയിട്ട് പോണത്. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ ഇങ്ങനെ മാറ്റണം. എന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഈ കേക്കിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ കനം കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് പൊട്ടിപ്പോകും. ഇപ്പോൾ ഈ ബട്ടർ പേപ്പർ മാറ്റണ്ട. ഈ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഈ കേൾക്കുമ്പോൾ പിടിക്കുമ്പോഴായിരുന്നാലും ഭയങ്കര പതുക്കെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അപ്പം അത് മുറിക്കാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമ്മളിവിടെ നേരത്തെ തന്നെ ആ വൈറ്റ് ക്രീമൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയമൊക്കെയാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചത്. ഇനി അത് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഇപ്പോൾ കേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒന്ന് ചൂടാറിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് തേക്കാൻ പോണതിന് മുമ്പേ. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക് തണുപ്പിക്കുകയും ചെയ്യരുത് ഇത് ഫില്ലിങ് വെക്കാൻ പോണതിന് മുമ്പ്. കാരണം നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പാടായിട്ട് വരും. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ സ്ട്രോബെറി ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് സ്ട്രോബെറി ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇവിടെ ഫില്ലിങ് നിങ്ങൾ കണ്ടല്ലോ, കേക്കിൻ്റെ കുറച്ച് സെൻറ്ററിലായിട്ടാണ് വെച്ചേക്കുന്നത്. ഈ 4 സൈഡിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല. ഇനി ഇത് റോൾ ചെയ്തിട്ട് എടുക്കുക. ഇത് റോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം ഏറ്റവും റോള് നന്നായിട്ട് അടിയിലേക്ക് പോകണം. അപ്പോഴായിരിക്കും ഇത് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുക. ഏറ്റവും മടക്ക് നന്നായിട്ടിങ്ങനെ മടങ്ങി തന്നെ പോകണം. ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ ഇതിങ്ങനെ അങ്ങോട്ട് ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെയുണ്ട്
ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇത് ഫ്രീസറിലേക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് നന്നായിട്ട് തണുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കേക്കിൻ്റെ ഈ 2 സൈഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ചോക്ലേറ്റ് സിസ് റോള് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിലെ ഈ ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഈ കേക്കായിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കേക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ കറക്റ്റ് അളവിൽ എടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കേക്ക് സോഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഫോൾഡ് ചെയ്യുമ്പോൾ അത് ആകെ അങ്ങോട്ട് പൊടിഞ്ഞ പോലെ വരും. അപ്പോൾ എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ടിട്ട് ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം.